ജീവിതത്തിൽ നമ്മെ എല്ലായ്പ്പോഴും കുറ്റപ്പെടുത്തുന്നവരുടെ മുൻപിൽ ശരികൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ശരികൾക്ക് മുൻപിലും അവർ കുറ്റം കണ്ടെത്തും. കുറ്റം കണ്ടെത്തുന്നവർ എല്ലാ കാര്യത്തിലും കുറ്റം കണ്ടെത്തും. അവരോട് നമ്മൾ ശരി പറയാൻ പോയാലും അവർ ആ ശരിക്കകത്ത് എന്തു പറയും? ഒരു കുറ്റവും പറയും. അപ്പം ഇതിനൊന്നും നമ്മൾ ന്യായീകരിക്കാൻ പോണ്ട. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ഇതല്ല ഉദ്ദേശിച്ചത്, പറയേണ്ടത്രയും പറയുക. പിന്നെയും നമ്മെ അംഗീകരിക്കാത്തവരോട് നമ്മൾ കാല് പിടിച്ച് പുറകെ നടന്ന അതുകൊണ്ട് ഒരു ഗുണവും ഇല്ല എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാകുന്നത്. സത്യം അറിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഇതൊന്നും അവർക്ക് മനസ്സിലാവില്ല. അവരതിനകത്തൊരു കുറ്റമാണ് ആരോപിക്കാൻ നോക്കുകയുള്ളൂ. അതുകൊണ്ട് അവരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പുറകെ നടന്ന് നമ്മുടെ സമയം കളയണ്ട. ആ നേരം കൊണ്ട് ബൈബിൾ ഒരു 5 അധ്യായം വായിക്കുക, കുറച്ചു നേരം മാറിയിരുന്ന് യേശുവിനെ ആരാധിക്കുക. ഇതൊക്കെ നമുക്ക് പ്രയോജനമുള്ള കാര്യം. നമ്മുടെ മനസ്സിനെ പതറിപ്പിക്കുന്ന, നമ്മുടെ ഹൃദയത്തെ കയ്പാക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും നമ്മൾ അതിജീവിച്ചേ മതിയാവും. ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. യേശുവിൽ ആശ്രയിക്കാം. ചേർന്ന് പാടി യേശു കർത്താവിനെ നമുക്ക് ആരാധിക്കാം. സ്തോത്രം സ്തോത്രം യേശുവേ, സ്തോത്രത്തിനെന്നും യോഗ്യനേ, സകല നാമം പാടുന്നു ദൈവം പരിശുദ്ധൻ. സ്തോത്രം സ്തോത്രം യേശുവേ, സ്തോത്രത്തിനെന്നും യോഗ്യനേ, സകല നാമം പാടുന്നു ദൈവം പരിശുദ്ധൻ. യേശു പരിശുദ്ധൻ, യേശു പരിശുദ്ധൻ, യേശു പരിശുദ്ധൻ, യേശു പരിശുദ്ധൻ. ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ആമേൻ. പാപഭാരം ചുമന്നതാ ദൈവത്തിൻ കുഞ്ഞാടു നീ, സകല നാമം പാടുന്നു ദൈവം പരിശുദ്ധൻ. പാപഭാരം ചുമന്നതാ ദൈവത്തിൻ കുഞ്ഞാടു നീ, സകല നാമം പാടുന്നു ദൈവം പരിശുദ്ധൻ. യേശു പരിശുദ്ധൻ, യേശു പരിശുദ്ധൻ, യേശു പരിശുദ്ധൻ, യേശു പരിശുദ്ധൻ. ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ആമേൻ,
യേശു പരിശുദ്ധൻ, യേശു പരിശുദ്ധൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. യേശു പരിശുദ്ധൻ, 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 യേശു പരിശുദ്ധൻ. യോഹന്നാന്റെ സുവിശേഷം 15ഉം 16ഉം ഒക്കെ വായിക്കുമ്പോൾ വിമർശനങ്ങളിൽ ജീവിതത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് യേശു പഠിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ 16-ാം അധ്യായത്തിൽ 2-ാം വാക്യം കഴിഞ്ഞ ദിവസം വായിച്ചു. അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും, പള്ളിയിൽ നിന്ന് പുറത്താക്കുമെന്ന്. നിങ്ങളായിരിക്കുന്ന സമൂഹത്തിൽ നിന്ന് നിങ്ങളെ ഒറ്റപ്പെടുത്തി കളയും. എൻ്റെ നാമനിമിത്തം അവർ പുറത്താക്കും. മാത്രമല്ല, നിങ്ങളെ കൊല്ലുന്നവർ എല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് സ്തേഫാനോസിനെ കൊല്ലാൻ ശൗല് കൂട്ടുനിന്നത്. ശൗലിനറിയാം, ഞാൻ ഈ കാര്യം ചെയ്താൽ ഞാൻ ദൈവത്തിന് പ്രസാദമാവുകയാണ്. യേശുവിനെ ക്രൂശിച്ചപ്പോൾ ഇവർ യേശുവിനെ സാക്ഷാൽ മശിഹയായിട്ട് കണ്ടില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു എന്ന് എബ്രായ ലേഖനത്തിൽ പറയുന്നു. അതുകൊണ്ടാണ് യേശു ക്രൂശിൽ കിടന്ന് പറയുന്നത്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇവരറിയാത്തത് കൊണ്ട് ഇവരോട് പൊറുക്കണമേ. അറിയായ്മകളിൽ നിന്നാണ് ഇതുണ്ടാകുന്നത്. യേശുവിന് ഉണ്ടായി, അപ്പോസ്തലന്മാർക്കുണ്ടായി, നമുക്കുമുണ്ടാകും. ആത്മാവിൽ വളരുന്ന എല്ലാവർക്കും അത് ഉണ്ടാകും. പരിശുദ്ധാത്മാവിൻ്റെ ഓവർഫ്ലോ ഉള്ളവർക്ക് അതുണ്ടാകും. വിശ്വാസത്തിൽ ജ്വലിച്ചു നിൽക്കുന്നവർക്ക് അതുണ്ടാകും. കർത്താവിന് വേണ്ടി കത്തി ജ്വലിക്കുന്നവർക്ക് അതുണ്ടാകും. അതിൻ്റെ അർത്ഥം എല്ലാവർക്കും ഇതുപോലുള്ള ഉപദ്രവങ്ങളോ വിമർശനങ്ങളോ ഉണ്ടാകില്ല. പിന്നെ ആർക്കാണ്? കർത്താവിന് വേണ്ടി നിൽക്കുന്ന, കർത്താവ് തിരഞ്ഞെടുത്ത വ്യക്തികൾക്ക്, കർത്താവിന് വേണ്ടി വലിയ ദാഹത്തോടെ എരിവോടെ ദൈവരാജ്യം പണിയാൻ നിൽക്കുന്നവർക്ക് ഉണ്ടാകുന്ന ഉപദ്രവങ്ങളും കഷ്ടതകളും വിമർശനങ്ങളുമാണ് ഇതിനകത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനെയെല്ലാം നമ്മൾ എതിർക്കരുത്. ഇതെല്ലാം അവരുടെ തെറ്റായ തോന്നലുകളിൽ നിന്നുണ്ടായതാണ് എന്നാണ് യേശു പഠിപ്പിക്കുന്നത്. അവർ മനഃപൂർവ്വമല്ല, അവർക്കത് അറിയില്ല. അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം കണക്കിടുന്നില്ലെന്ന് പൗലോസ് പിന്നീട് പറയുന്നുമുണ്ട്. 3-ാമത്തെ വാക്യം, അവർ പിതാവിനെ എന്നെ അറിയായിക കൊണ്ട് ഇങ്ങനെ ചെയ്യും. യേശുവിനെ അറിഞ്ഞുകൂടാ, പിതാവിനെ അറിഞ്ഞുകൂടാ. യേശുവിനെ അറിഞ്ഞിരുന്നെങ്കിലോ പിതാവിനെ അറിഞ്ഞിരുന്നെങ്കിലോ ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ? എന്തുകൊണ്ട് നമ്മൾ ദോഷം ചെയ്യുന്നില്ല? നമുക്ക് പിതാവിനെ അറിയാം, നമുക്ക് പുത്രനെ അറിയാം, നമുക്ക് പരിശുദ്ധാത്മാവിനെ അറിയാം. സത്യദൈവത്തെ അറിയുന്നവർക്ക് ആർക്കും പാപം ചെയ്യാൻ കഴിയില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവരാരും തന്നെ പാപം ചെയ്യുന്നില്ല. യേശുവിനെ അറിഞ്ഞവർ, പിതാവിനെ അറിഞ്ഞവർ, പരിശുദ്ധാത്മാവിനെ അറിഞ്ഞവർ. അറിയുക എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? അനുഭവിച്ചറിയുക. ദൈവം നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. വെറുതെ അറിയുവല്ല. ഈ കപ്പിലിരിക്കുന്നത് എനിക്കറിയാം ഇതെന്താണെന്ന്. ഇത് വെറും വെള്ളമാണ്.
ഇത് ഞാൻ അനുഭവിച്ചറിയുകയാണ്, വെറുതെ അറിയുകയല്ല, ഇത് ഞാൻ അനുഭവിക്കുകയായിരുന്നു. എനിക്ക് നോക്കിയും പറയാം, ഓ ഇത് വെള്ളമാണല്ലേ. എന്നാൽ ആ വെള്ളത്തിന് ടേസ്റ്റ് വ്യത്യാസമുണ്ട്. എല്ലാ നാട്ടിൽ ചെന്നാലും അവിടുത്തെ വെള്ളത്തിന് വ്യത്യാസങ്ങളുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ വെള്ളത്തിന് ടേസ്റ്റിൽ വ്യത്യാസമുണ്ട്. മറ്റു പലയിടങ്ങളിൽ ചെല്ലുന്ന വെള്ളം ഓരോ സ്ഥലത്തും മിനറൽസ് വ്യത്യാസം വരും. അത് എല്ലാം നോക്കുമ്പോൾ വെള്ളമാണ്, എന്നാൽ എല്ലാ വെള്ളം കുടിക്കാൻ പറ്റുന്ന വെള്ളമല്ല. പെപ്സിയുടെ കളറുള്ള കിണറ്റിലെ വെള്ളങ്ങളുണ്ട്, അതൊന്നും കുടിക്കാൻ പറ്റിയതല്ല. അപ്പോൾ ചില നദിയിലെ വെള്ളം കുടിക്കാൻ പറ്റുന്നതല്ല, അത് വിഷം കലർന്നതുപോലത്തെ ചില വെള്ളമുണ്ട്. അപ്പോൾ പല രീതിയിലുള്ള വെള്ളമുണ്ട്, രുചിക്കുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്. അതുകൊണ്ട് മനുഷ്യരെ നമ്മൾ രുചിച്ചു നോക്കിയതാണ്. നമ്മുടെ സമൂഹത്തിൽ പല കാര്യങ്ങളും നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ്. അറിയുമ്പോൾ അനുഭവിച്ചറിയുകയാണ്, കഷ്ടങ്ങൾ അനുഭവിച്ചറിയുകയാണ്, മറ്റുള്ളവരുടെ വിമർശനങ്ങൾ അനുഭവിച്ചവരാണ്. അതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് പിടികിട്ടും. ഇതുപോലെ തന്നെ ദൈവത്തെ അറിയുന്നവർ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ദൈവത്തെ അറിയുക. യേശുവിനെ അല്ലാതെ വേറൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് പറയുക, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ ഇനി എനിക്ക് വേറെ ഒന്നും അറിയണ്ട. യേശുവിനെ അറിയുന്നവരാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവർ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നമ്മളവർക്ക് ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അറിഞ്ഞിട്ട് എന്നാ കാര്യം? യേശുവിനെ അറിയുമ്പോൾ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ആരാണ്? രാജാതി രാജാവ്. ആധിപത്യം അവൻ്റെ തോളിലിരിക്കുമെന്നാണ് യെശയ്യാ പ്രവചനത്തിൽ പറയുന്നത്. അതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നു, ഗവൺമെന്റ് അവൻ്റെ തോളിലിരിക്കുമെന്ന്. ആധിപത്യം, ഭരണം അവൻ്റെ തോളിലിരിക്കും. അത്ര വലിയവനായവൻ ക്രൂശിക്കപ്പെട്ടു. അപ്പോൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മനസ്സിലാക്കിയാൽ സ്ത്രീയുടെ സന്തതിയായി കടന്നു വന്ന് ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്ത് ഭാഗത്തേക്ക് കടന്നുപോയ രാജാതി രാജാവും കർത്താതി കർത്താവുമായി യേശുവിനെ അറിയുക. യേശുവിനെ അറിയുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അറിയണം. യേശുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ അതൊരു 33.5 വർഷത്തെ കാര്യമാണ്. യേശു ക്രിസ്തുവിനെ അറിയുക എന്ന് പറയുന്നത് വചനമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ജീസസ് എവരിഡേ ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും കേൾക്കുന്ന യേശുവിനെ കുറിച്ചാണ്. യേശുവിനെ കുറിച്ച് പറയുന്നിടത്ത് വിടുതലുണ്ടാകും. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കുടുംബങ്ങളിൽ യേശുവിൻ്റെ നാമത്തിലുള്ള വിടുതലുകൾ സംഭവിക്കട്ടെ. യേശുവിനെ ആര് പറഞ്ഞാലും വിടുതലാണ്. യേശുവിനെ കുറിച്ച് ഒരു പേപ്പറിൽ വായിച്ചാൽ പോലും വിടുതലാണ്. എനിക്കറിയാവുന്ന ഒരു പാസ്റ്ററുണ്ട്. അദ്ദേഹം നല്ലൊരു കൺവെൻഷൻ പ്രീച്ചറാണ്, നന്നായിട്ട് പ്രസംഗിക്കും. അദ്ദേഹം ഒരു കൊലക്കേസിൽ തടവ് പുള്ളിയായി ജയിലിൽ കഴിയവേ പൊറോട്ട പൊതിഞ്ഞുകൊണ്ടുവന്ന പേപ്പർ ഇരുന്ന് വായിച്ചു. രക്ഷിക്കപ്പെട്ട ആളാണ്. അപ്പോൾ ട്രാക്റ്റുകൾ ഇങ്ങനെ കൊടുക്കുന്നത് പോലും പൊറോട്ട പൊതിയാൻ ഉപയോഗിച്ച അതും ദൈവം നന്മയാക്കി മാറ്റി. ആ ഭാഗം വായിച്ചപ്പോൾ ദൈവം ഇടപെട്ടു. വചനം ഏത് രീതിയിൽ പറഞ്ഞാലും അവിടെ ശക്തി വ്യാപരിക്കും. അതുകൊണ്ട് നാം പരിശുദ്ധാത്മാവിൻ്റെ പുതിയ കൃപകളൊക്കെ പ്രാപിച്ചിട്ട് വേണം വചനം പറയാൻ. അല്ല, നാം വചനം പറയണം. കേട്ടാലും കേൾക്കാഞ്ഞാലും പറയണം. യേശുവിനെ കുറിച്ച് പറയുമ്പോഴാണ് വിടുതൽ നടക്കുന്നത്. യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവപുത്രനാണെന്ന് പറയണം. യേശു ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നിനക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് നാം ഓരോ വ്യക്തികൾക്ക് വേണ്ടി പറയണം. യേശു മരിച്ചത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയല്ല, യേശു മരിച്ചത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണെന്ന് അവരോട് പറയണം. നിന്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി യേശു ക്രൂശിൽ മരിച്ചു എന്ന് പറയണം. ഇവിടെ നമ്മൾ വായിച്ച വാക്യം, അവർ പിതാവിനെ എന്നെ അറിയായിക കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു.
നിങ്ങളെ ഉപദ്രവിക്കുന്നത് എന്നെയും പിതാവിനെയും അറിയുന്നില്ല. എന്നാൽ ശൗൽ യേശുവിനെ അറിഞ്ഞു. കർത്താവേ, നീ ആരാണ്? അന്ന് മുതലുള്ള ആഗ്രഹമാണ്, നീ ആരാണ്? അവനെ അറിയണം. ഒരാഗ്രഹമാണ്, നീ ആരാണ്? നീ ഉപദ്രവിക്കുന്ന യേശുവാകും. യേശുവിനെ അറിഞ്ഞില്ല. അവന് അറിഞ്ഞ ശേഷം അവൻ ആ തെറ്റ് ചെയ്തിട്ടില്ല. എന്നിട്ട് പൗലോസ് പറഞ്ഞു, മുമ്പ് ഞാൻ ദൂഷകനായിരുന്നു, ഉപദ്രവിയായിരുന്നു, നിഷ്ഠൂരനായിരുന്നു. എന്നാൽ അറിവില്ലായ്മയുടെ കാലങ്ങളിലായതുകൊണ്ട് ദൈവം അത് ക്ഷമിച്ചു. അറിവില്ലാതെ ചെയ്യുന്നത് കർത്താവ് ക്ഷമിക്കും. അറിഞ്ഞിട്ട് ചെയ്യുന്നത് കർത്താവ് അതിന് ശിക്ഷ തരികയും ചെയ്യും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അറിഞ്ഞ് ചെയ്ത തെറ്റുകൾ ദൈവസ്ഥൽ ഏറ്റു പറയണം. മനഃപൂർവ്വം ചെയ്ത തെറ്റുകൾ ഒഴിവാക്കാമായിരുന്നിട്ടും ഒഴിവാക്കാതെ മനഃപൂർവ്വം ചെയ്തു പോയ തെറ്റുകൾ ഏറ്റുപറ. കർത്താവേ, ഞാൻ മനഃപൂർവ്വം ചെയ്തതാണ്, എനിക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാമായിരുന്നു, അത് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ ചെയ്തതാണ്, അത് എനിക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞില്ല. മാനസാന്തരപ്പെടണം. നമ്മൾ ഈ ദിവസങ്ങളിൽ മനസ്സിന് മാറ്റം വരുത്തണം. മാനസാന്തരം എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ ഒരു ദൈവദാസൻ, പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ എന്ന ദൈവദാസൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവപുരുഷനാണ്. അദ്ദേഹം പറഞ്ഞു, മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ വീടിൻ്റെ അതിര് നീക്കിയിട്ടു. അവരില്ലാത്ത സമയത്ത്, അവരെല്ലാം കുടുംബമായിട്ട് അമേരിക്കയിലാണ്, അതിർത്തിയിലെ വേലി കമ്പ് കുഴിച്ചെടുത്ത് എല്ലാം പറിച്ചെടുത്ത് ഒരു 3 അടി അങ്ങട് എടുത്ത് വേലി കെട്ടി. എന്നാൽ മാനസാന്തരപ്പെടുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഒന്ന് ദൈവത്തോട് ഈ കാര്യത്തിൽ ക്ഷമ ചോദിച്ചാൽ മാനസാന്തരമായില്ല. ആ അതിർത്തി അവരുടെ ഉടമസ്ഥനെ വിളിച്ച്, ഞാനിങ്ങനെ 3 അടി സ്ഥലം എൻ്റെ അറിവുകേട് കൊണ്ട് ഞാൻ ചെയ്തതാണ്, ഞാൻ നിങ്ങൾ അറിയാതെ എടുത്തതാണ്, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ആ കുറ്റി ഊരി 3 അടി തിരിച്ചു കുത്തി ആ വീട്ടുകാരോട് ക്ഷമ ചോദിക്കുമ്പോഴാണ് മാനസാന്തരം പൂർണ്ണമാകത്തുള്ളത്. നമ്മളെന്താണ് എല്ലാ വിക്രിയകളും ചെയ്തിട്ട്, കർത്താവേ ക്ഷമിക്കണമേ, ഈ കർത്തൃമേശയിൽ പങ്കെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പോരാ. മാനസാന്തരം എന്ന് പറഞ്ഞാൽ അതിനൊരു ഫലമുണ്ട്. ദൈവത്തോട് പറയുന്ന മാത്രമല്ല, മനുഷ്യരോടും. അതുകൊണ്ടാണ് ഞാൻ ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി സൂക്ഷിക്കുന്നു. ആ ഒരു മനോഭാവത്തിൽ ജീവിക്കാൻ കർത്താവ് കൃപ തരട്ടെ. മാറ്റങ്ങൾ വരുത്തുക. ഇവിടെ നമ്മൾ വായിച്ചു, അവർ പിതാവിനെയും എന്നെയും അറിയായിക കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു. ദൈവത്തെ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ പ്രവർത്തികൾ മാറും. അറിയായ്മയുടെ കാലത്തെ പ്രവൃത്തിയും അറിയുമ്പോഴുള്ള പ്രവൃത്തി രണ്ടായിരിക്കും. ശൗല അറിയാത്ത കാലത്ത് വളരെയധികം ദോഷം സഭയ്ക്ക് ചെയ്തു. ആ ദൈവത്തെ, പിതാവിനെയും പുത്രനെയും അറിഞ്ഞതോടുകൂടി അവൻ സഭയ്ക്ക് ഗുണമുള്ളവനായി മാറി. അപ്പോൾ മറ്റുള്ളവർ യേശുവിനെ അറിയണം, മറ്റുള്ളവർ പിതാവിനെ അറിയണം. അതോടുകൂടി അവരുടെ സ്വഭാവവും ജീവിതവും ഭാവിയും എല്ലാം ഒരു പുതിയതായ അത്ഭുതമായ അനുഭവത്തിലേക്ക് മാറ്റപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ യേശുവിനെ എല്ലാവരും അറിയട്ടെ. പിതാവിനെ, പരിശുദ്ധാത്മാവിനെ എല്ലാവരും അറിയട്ടെ. അറിവുകേടുകളിലൂടെ ചെയ്തു പോകുന്ന തെറ്റുകൾ പിതാവെ അവരോട് ക്ഷമിക്കണം. എന്നാൽ സത്യം അറിഞ്ഞിട്ട് ഒരു നല്ല സമൃദ്ധിയിലേക്ക്, വിശാലതയിലേക്ക് വരത്തക്കവണ്ണം ഓരോ വ്യക്തികൾക്കും തിരിച്ചറിവുകൾ ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവ് ചലിക്കണം. സ്വഭാവ രൂപീകരണങ്ങൾ നടക്കണം. ഈ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു ജീസസ് എവരിഡേയിലൂടെ അസാധാരണമായ മനപരിവർത്തനം നമുക്കുണ്ടാകും. ജീവിത രൂപാന്തരമുണ്ടാകും. സ്വഭാവ രൂപീകരണമുണ്ടാകും. നല്ല സ്വഭാവത്തിൻ്റെ ഉടമസ്ഥരായി തീരാൻ ഈ ധ്യാനങ്ങൾ ജീസസ് എവരിഡേയിലൂടെ നമുക്ക് പ്രയോജനപ്പെടട്ടെ. ഓരോ ദിവസവും ജയാളിയേക്കാൾ ജയാളിയായി ജീവിക്കാൻ കർത്താവ് കൃപ തരട്ടെ.
നാളെ സഭായോഗമാണല്ലോ. ഞായറാഴ്ച രാവിലെ 8 മണിക്കുള്ള സഭായോഗത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. നിങ്ങൾ എവിടെയാണെങ്കിലും ഈ സഭായോഗത്തിൽ പങ്കെടുക്കുക. രാവിലെ 8 മണി തൊട്ട് ഉള്ള പ്രാർത്ഥന ലൈവ് ഉണ്ടായിരിക്കുന്നതാണ്. ഗോഡ് ബ്ലസ് യു. തിങ്കളാഴ്ച ജീസസ് എവരിഡേക്ക് വേണ്ടി വീണ്ടും നമുക്ക് ഒരുങ്ങാം. ആമേൻ.